തായ ഇൻ്റർനാഷണൽ മീലാദ് മീറ്റിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ അബ്ദുൽ ഹക്കീം ദാരിമി അവറുകളെ, ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പണ്ഡിത ശ്രേഷ്ഠൻ ബഹുമാന്യനായ ചിത്താരി ഹംസ മുസ്ലിയാർ അവറുകളെ, ഈ മീലാദ് മീറ്റിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഷെയ്ഖുന എ പി അബൂബക്കർ മുസ്ലിയാർ അവറുകളെ, ഈ ചടങ്ങിൽ ഭക്തിനിർഭരമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാന്യനായ ഖലീലുൽ ബുഖാരി തങ്ങൾ അവറുകളെ, കേരളത്തിലെ മത സാമൂഹ്യ രംഗത്തെ പ്രശസ്തനും അറിയപ്പെടുന്ന പ്രഭാഷകനുമായ ജനാബ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അവറുകളെ, ബഹുമാന്യനായ പണ്ഡിതൻ കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അവറുകളെ, വേദിയിൽ ഈ മുഹൂർത്തത്തിൽ ഭാഗവാക്കാകാൻ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യനായ അഹമ്മദ് അൽ ഉതൈബി അവറുകളെ, ഷെയ്ഖ് ഖാദിർ ഖദ്മാനി അവറുകളെ, ഷെയ്ഖ് ഹൈദ്രൂസ് യമൻ അവറുകളെ, മറ്റു പ്രഗത്ഭരായ പണ്ഡിത ശ്രേഷ്ഠന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജന്മദിനം ലോകമെങ്ങും വൈവിധ്യങ്ങളാർന്ന പരിപാടികളോടെ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുവൈത്തിലെ സുന്നി യുവജന സംഘത്തിൻ്റെ പ്രവർത്തകന്മാർ ഈ മീലാദ് കോൺഫറൻസ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ലോകം ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും കയങ്ങളിലൂടെ മുന്നോട്ടു പോവുകയാണ്. എങ്ങും എവിടെയും അസ്വസ്ഥജനകമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളാണ് നിലനിൽക്കുന്നത്. സാമ്പത്തിക മാന്ദ്യം സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് മുക്തമാകാൻ സാധിക്കാതെ മുതലാളിത്ത രാഷ്ട്രങ്ങൾ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യും എന്ന് തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തും ഏതും സാമ്പത്തികമായ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും വിവക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ചൂഷണരഹിതമായ പലിശമുക്തമായ സമ്പദ്ഘടനയെ അവതരിപ്പിക്കേണ്ട സമയമാണിത് എന്ന് അതിനെ സംബന്ധിച്ചറിയുന്ന എല്ലാവരും മനസ്സിലാക്കുന്നു. ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂമിയിലേക്ക്
പ്രവാചകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. പ്രവാചക പരമ്പരയുടെ ആരംഭം അങ്ങനെ തുടങ്ങി. 1,00,000-ലധികം പ്രവാചക ശ്രേഷ്ഠർ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിലും കാലഘട്ടങ്ങളിലും വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് ജീവിക്കുവാനുള്ള ജഗന്നിയന്താവായ നാഥനിൽ നിന്നുള്ള ദർശനം പരിചയപ്പെടുത്തി കൊടുത്തു. മനുഷ്യൻ അവൻ്റെ ബുദ്ധിപരമായ വളർച്ചയുടെ പ്രായപൂർത്തിയിലെത്തിയ ഘട്ടത്തിലാണ് അതിനു മുൻപ് അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ ദർശനങ്ങളെയും സമ്പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. ഇസ്ലാം മുഹമ്മദ് നബിയിലൂടെ പരിചയപ്പെടുത്തപ്പെട്ട മതമാണ് എന്ന ധാരണ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ വ്യത്യസ്ത സന്ദർഭങ്ങളിലും കാലഘട്ടങ്ങളിലും പ്രബോധനം ചെയ്ത ദർശനത്തിൻ്റെ സമ്പൂർണമായ ആവിഷ്കാരമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത്. എല്ലാ മതദർശനങ്ങളെയും ഗ്രന്ഥങ്ങളെയും അനാദരിക്കാതിരിക്കുക എന്നുള്ളത് ഒരു മുസൽമാന്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആരാണൊരു മുസ്ലിം എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ഇന്നല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. ആരാണ് വിശ്വാസി? ഖുർആൻ പറയുന്നു, മുഹമ്മദെ, താങ്കൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് ഖുർആൻ നിർത്തുകയല്ല ചെയ്തത്. താങ്കൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. എല്ലാ മതപ്രവാചകന്മാരെയും അംഗീകരിക്കൽ ഒരു മുസൽമാന്റെ വിശ്വാസത്തിന്റെ ജീസസ് ക്രൈസ്റ്റ് അഥവാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രവാചകനായി അംഗീകരിക്കാത്തവർക്ക് മുസ്ലിമാകാനാവില്ല. മോസസ് അഥവാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രവാചകനായി അംഗീകരിക്കാത്തവന് മുസ്ലിമാകാൻ കഴിയില്ല. അബ്രഹാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രവാചകനായി അംഗീകരിക്കാത്തവന് മുസ്ലിമാകാൻ ആവില്ല. അങ്ങനെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ വിവിധ സന്ദർഭങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരെയും വിശ്വാസപരമായി അംഗീകരിക്കുവാൻ ബാധ്യതപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ. വ്യത്യസ്ത മതങ്ങൾ നിലനിൽക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ പരിചയപ്പെടുത്തിയ മതദർശനം നിലനിൽക്കുമ്പോൾ ഏതാണ് ശരിയെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവരോട് നമുക്ക് നൽകുവാനുള്ള മറുപടി ഒന്നു മാത്രമാണ്. എല്ലാറ്റിനെയും അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും ആരാണോ മതാനുയായികളെ പഠിപ്പിച്ചത്, ഏത് മതമാണോ അങ്ങനെ അനുയായികളോട് കൽപ്പിച്ചത്, ആ ദർശനമല്ലേ ശരി എന്ന മറുചോദ്യം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇസ്ലാം അതിൻ്റെ ചരിത്രത്തിൽ നിരവധി പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും ദുരന്തങ്ങളെയും നേരിട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നെല്ലാം
രക്ഷപ്പെടുകയായിരുന്നു ഇസ്ലാം. ആ എല്ലാ സങ്കീർണതകളിൽ നിന്നും മോചിപ്പിക്കപ്പെടുകയായിരുന്നു ഇസ്ലാം. വിവിധ കാലഘട്ടങ്ങളിൽ മുഹമ്മദ് നബിയെയും മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ ദർശനത്തെയും ഇകഴ്ത്തി കാണിക്കുവാൻ, താറടിച്ച് കാണിക്കുവാൻ എന്തൊക്കെ ശ്രമങ്ങളാണ് അരങ്ങേറിയത്. മുതലാളിത്തത്തിൻ്റെ ധ്വജവാഹകന്മാർ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെ തകർക്കുവാൻ എന്തുമാത്രം ഗൂഢമായ നീക്കങ്ങളാണ് നടത്തിയത്. ആ ഗൂഢനീക്കങ്ങൾ വെളിച്ചം കാണാതെ പോയപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ അവരെ മോശക്കാരും ഭീകരന്മാരും തീവ്രവാദികളുമായി ചിത്രീകരിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നു. ഭീകരവാദം ഇസ്ലാമിനു മേൽ ചാർത്തി മുസ്ലിം സമുദായത്തെ മുഴുവൻ ലോകാടിസ്ഥാനത്തിൽ തന്നെ മോശക്കാരും സമാധാന വിരുദ്ധരും മാനവികതയ്ക്ക് എതിർ നിൽക്കുന്നവരുമാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുകയാണ്. ഇസ്ലാമിന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ദർശനത്തിന് ഒരിക്കലും ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും കുഴലൂത്തുകാരോ അതിനരു നിൽക്കുന്നവരോ ആകാൻ കഴിയില്ല. മനുഷ്യജീവന് ഇസ്ലാമിനോളം പ്രാമുഖ്യം നൽകിയ ഒരു മതം ലോകത്ത് വേറെയുണ്ടോ? 23 വർഷക്കാലത്തെ പ്രവാചക ജീവിതത്തിനിടയിൽ ഇസ്ലാമിനെ ഒരു വ്യവസ്ഥിതിയാക്കി മാറ്റാൻ നിരവധി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. പേര് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടും നമ്മൾ. ആ പേരുകൾ കേൾക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു പോരാട്ടങ്ങളിൽ എന്ന് വിചാരിക്കും നമ്മൾ. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകന്റെ 23 വർഷകാല ജീവിതത്തിനിടക്ക് നടത്തപ്പെട്ട യുദ്ധങ്ങളിൽ ഇസ്ലാമിനെ ഒരു വ്യവസ്ഥിതിയാക്കാൻ വേണ്ടി റസൂലുള്ളാഹ്ക്ക് നടത്തേണ്ടി വന്ന സംഘട്ടനങ്ങളിൽ മുസ്ലിങ്ങളുടെ പക്ഷത്തും ശത്രുപക്ഷത്തും കൂടി മരിച്ചവരുടെ എണ്ണം കേവലം 1000-ൽ താഴെയായിരുന്നു എന്നുള്ളത് ഇസ്ലാം എന്തുമാത്രമാണ് മനുഷ്യജീവന് പ്രാമുഖ്യവും പ്രാധാന്യവും നൽകുന്നത് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ്. ആ ഇസ്ലാം മനുഷ്യരെ കൊന്നൊടുക്കുന്നതിന് എങ്ങനെയാണ് നേതൃത്വം നൽകുക? ആ മുസ്ലിം സമൂഹം മാനവികതയ്ക്ക് എങ്ങനെയാണ് എതിര് നിൽക്കുക? മുസ്ലിങ്ങൾ ജന്മനാ ഭീകരവാദികളും തീവ്രവാദികളുമായിരുന്നു എങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലം തൊട്ടേ അവർ അത് ചെയ്യണമായിരുന്നല്ലോ. അവരങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ അറിയപ്പെടണമായിരുന്നല്ലോ. മുസ്ലിങ്ങൾ ഭീകരവാദം പുറത്തെടുക്കാൻ 1990-കൾ വരെ എന്തിനു കാത്തിരുന്നു? സ്വയം ചാവേറുകളായി പൊട്ടിത്തെറിക്കാൻ അവർക്ക് ചരിത്രത്തിൽ ഇതിനു മുൻപ് സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടില്ലേ? മുസ്ലിങ്ങൾ ജന്മനാ ഭീകരവാദികളായിരുന്നു എങ്കിൽ 1948-ൽ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മാറുപിളർത്തി ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമുണ്ടായപ്പോൾ അന്നവർ സ്വയം പൊട്ടിത്തെറിച്ചു ഭീകരവാദത്തിൻ്റെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാരായി മാറേണ്ടിയിരുന്നില്ലേ? അറബികളും ഇസ്രയേലും തമ്മിൽ 3-4 യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. ആ യുദ്ധങ്ങളുടെ വേളകളിൽ ചാവേറുകളും ഭീകരവാദികളുമായി അവർക്ക് മാറാമായിരുന്നല്ലോ. എന്തേ അവർ മാറിയില്ല? മുസ്ലിങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇകഴ്ത്തി കാണിക്കുവാൻ, അവരെ ലോകത്തിൻ്റെ മുമ്പിൽ ഇടിച്ചു താഴ്ത്തി കാണിക്കുവാൻ ഗൂഢാലോചനകൾ നടക്കുന്നു ലോകാടിസ്ഥാനത്തിൽ തന്നെ. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം സാമുവൽ ഹണ്ടിങ്ടൺ എന്ന് പറയുന്ന അമേരിക്കൻ ചരിത്രകാരൻ, സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ഒരു പുതിയ ചരിത്ര വ്യാഖ്യാനം മെനഞ്ഞെടുക്കുകയുണ്ടായി. ദി ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്നാണ് ആ ചരിത്ര വ്യാഖ്യാനത്തിൻ്റെ പേര്.
നാഗരികതകളുടെ സംഘട്ടനം. ഇനി ലോകത്ത് നടക്കാൻ വേണ്ടി പോകുന്നത് സംസ്കാരങ്ങളും നാഗരികതകളും തമ്മിലുള്ള സംഘട്ടനമാണ് എന്ന് പറഞ്ഞ സാമുവൽ ഹണ്ടിങ്ടൺ ശത്രുപട്ടികയിൽ 1-ാം സ്ഥാനത്ത് ഇസ്ലാമിനെയും മുസ്ലിം സമൂഹത്തെയുമാണ് പ്രതിഷ്ഠിച്ചത്. പിന്നീട് അങ്ങോട്ട് തങ്ങളുടെ ശത്രുവായി തങ്ങൾ പ്രഖ്യാപിച്ച, സാമ്രാജ്യത്വ ശക്തികൾ പ്രഖ്യാപിച്ച, മുതലാളിത്ത ചേരി പ്രഖ്യാപിച്ച ഇസ്ലാമിനെ മാനവികതയുടെയും ലോകത്തിൻ്റെയും ശത്രുവാക്കി മാറ്റാൻ എന്തൊക്കെയുണ്ട് മാർഗങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ചായി ആലോചന. ആ ആലോചനയാണ് ലോകമെമ്പാടും മുസ്ലിങ്ങൾ ഭീകരവാദികളും തീവ്രവാദികളുമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ വിവിധ മതസമുദായങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യത്ത് മതസ്പർദ്ധയുടെയും കലാപത്തിൻ്റെയും കാലുഷ്യത്തിൻ്റെയും സ്ഥിതിവിശേഷങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാനുള്ള ശ്രമം അതിൻ്റെ ഭാഗമാണ്. ലോക വ്യാപാര കേന്ദ്രം ആക്രമിക്കപ്പെട്ടതോടെയാണ് ഇസ്ലാമിക ഭീകരവാദവും മുസ്ലിം തീവ്രവാദവും ലോകത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ലോക വ്യാപാര കേന്ദ്രത്തിൻ്റെ ഒരു ടവർ ഒരു യാത്രാവിമാനം വഴിതെറ്റി വന്ന് തകർത്തു എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാം. പക്ഷേ രണ്ടാമത്തെ ടവറും മറ്റൊരു യാത്രാവിമാനം വഴിതെറ്റി വന്ന് തകർത്ത് നിലംപരിശാക്കി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും മുസ്ലിം ചരിത്രകാരനോ പണ്ഡിതനോ അല്ല. ജർമ്മനിയിൽ ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭനായ പത്രപ്രവർത്തകൻ തിയറി മെയ്സനാണ് ഈ സംശയം ലോകത്തിൻ്റെ മുമ്പിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ലെഫ്രോയബിൾ മിക്സ്ചർ എന്ന് പറയുന്ന തൻ്റെ വിഖ്യാതമായ പുസ്തകത്തിൽ വളരെ വലിയ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇക്കാര്യം തിയറി മെയ്സൺ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തങ്ങളുടെ ശത്രുക്കളെ ലോകത്തിൻ്റെയും മാനവികതയുടെയും ശത്രുക്കളാക്കി മാറ്റുവാനുള്ള തന്ത്രത്തിൻ്റെ ആവിഷ്കാരമായിട്ടേ മുസ്ലിം സമൂഹത്തെ ഭീകരവാദികളും തീവ്രവാദികളുമാക്കി ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങളെ നമുക്ക് നോക്കിക്കാണുവാനും വിലയിരുത്തുവാനും കഴിയൂ. ഒരുപറ്റം മുസ്ലിം ചെറുപ്പക്കാരെ വിലക്കെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിലും ഇന്ത്യയിലും ആസൂത്രിതമായ ആക്രമണ പ്രവർത്തനങ്ങൾ നടത്തി. 1992 ബാബറി മസ്ജിദ് തകർത്തുകൊണ്ട് ഇന്ത്യയിലെ ഫാഷിസ്റ്റുകൾ മുസ്ലിം സമൂഹത്തെ സമൂഹമധ്യത്തിൽ താറടിച്ച് കാണിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ബാബറി മസ്ജിദിൻ്റെ തകർച്ചയെ തുടർന്ന് ഇന്ത്യയിലുണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. ബോംബെ നഗരം ആളിക്കത്തിയത്, ഗോദ്രയിൽ തീവണ്ടി ദുരന്തമുണ്ടായത്, ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്കെതിരായി വംശഹത്യ അരങ്ങേറിയത്, അക്ഷർധാം ക്ഷേത്രം ആക്രമിക്കപ്പെട്ടത്, ഹൈദരാബാദിലെ മക്ക മസ്ജിദിൽ ബോംബ് പൊട്ടിയത്, ഇന്ത്യയുടെ പാർലമെന്റിന് നേർക്ക് ആക്രമണം സംഘടിപ്പിക്കപ്പെട്ടത്, ഏറ്റവും അവസാനം ബോംബെയിലെ ഭീകരാക്രമണത്തിൽ വിലക്കെടുക്കപ്പെട്ടവരെ ഉപയോഗിച്ചുകൊണ്ട് കലാപങ്ങളും സ്ഫോടനങ്ങളും ഭീകരപ്രവർത്തനങ്ങളും ഉണ്ടാക്കി രാജ്യത്തിൻ്റെ സമാധാനത്തെ കെടുത്തിക്കളയുവാൻ വേണ്ടി ശ്രമിക്കുന്നു മുസ്ലിം സമൂഹത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും ശത്രുക്കൾ, ലോക ഇസ്ലാമിക സമൂഹത്തിൻ്റെ ശത്രുക്കൾ, ലോക മുസ്ലിം സമാജത്തിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ പ്രവാചകനെയും ഭീകരവാദിയും തീവ്രവാദിയുമായി ചിത്രീകരിക്കുവാൻ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരായി ജാഗരൂകമാകേണ്ട സമയമാണ് ഇത്. പ്രവാചകനോട് എങ്ങനെയാണ് ഇസ്ലാം പ്രചരിപ്പിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള നിർദ്ദേശം നൽകപ്പെട്ടത് എല്ലാവർക്കും അറിയാം. ഉദൂ ഇലാ സബീൽ റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടും ഹിക്മത്ത് പ്രയോഗിച്ചുകൊണ്ടും നിന്റെ വിശ്വാസ പ്രമാണങ്ങളിലേക്ക് ആളുകളെ ക്ഷണിക്കുക. ഇത് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും വിശ്വാസികൾക്കും വിശ്വാസധാരയുടെ പ്രചാരത്തിൻ്റെ മുൻപിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. ആ ഉപദേശത്തെ നിരാകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ ആരും ബാധ്യതപ്പെട്ടവരല്ല. ആ ഉപദേശത്തെ ഉല്ലംഘിച്ചുകൊണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുവാൻ ആരും കൽപ്പിക്കപ്പെട്ടിട്ടില്ല.
അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട്, തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് ആളുകളെ ക്ഷണിക്കുക, മതത്തിൽ ബലാത്കാരമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മൈത്രിയും സൗഹാർദ്ദവും ജനങ്ങൾക്കിടയിൽ നിലനിൽക്കാൻ ശക്തമായിട്ടുള്ള ആഹ്വാനം ഇസ്ലാം നൽകുകയുണ്ടായി. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെന്റെ മതം. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. ദീനിൽ ബലാത്കാരമില്ല. സത്യം അസത്യത്തിൽ നിന്ന്, ധർമ്മം അധർമ്മത്തിൽ നിന്ന് വ്യക്തമായും വിവേചിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ തുടങ്ങിയ നിരവധി വചനങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള ഒരു ജനവിഭാഗം എങ്ങനെയാണ് ഭീകരവാദത്തിലേക്കും തീവ്രവാദത്തിലേക്കും ഇഴഞ്ഞു നീങ്ങുന്നത്? അല്ലെങ്കിൽ അത്തരം ഒരു സ്ഥിതി ലോകത്തുണ്ടാക്കിയെടുക്കുന്നത് ആരാണ്? മുസ്ലിങ്ങൾക്കതിന് കഴിയില്ല. ഇസ്ലാം അതിൻ്റെ മതമായിരുന്നു എങ്കിൽ 1400 വർഷങ്ങൾ സമാധാനത്തോടെ ശാന്തിയോടെ ഇസ്ലാമിക സമൂഹം കടന്നുപോയില്ലേ? 90കൾക്ക് ശേഷം മാത്രം എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ലോകത്ത് ഭീകരവാദത്തിൻ്റെ അപ്പോസ്തലന്മാരായി ചിത്രീകരിക്കപ്പെട്ടത്? തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ കൊടിവാഹകന്മാരും ധ്വജവാഹകന്മാരുമായി ചിത്രീകരിക്കപ്പെട്ടത്? ആലോചിക്കണം. നമ്മൾ ഇസ്ലാമിനെ പ്രചരിപ്പിക്കേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടതും പ്രഭാഷണങ്ങളിലൂടെയും പ്രഘോഷണങ്ങളിലൂടെയും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പിന്നിടുന്ന നിമിഷങ്ങളിൽ ഏതെങ്കിലും ഒരു നിമിഷത്തെ മുൻനിർത്തി നമ്മളുടെ വിശ്വാസധാരയുടെ മഹത്വത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഈ പ്രവാചക ദിനത്തിൻ്റെ ആഘോഷങ്ങളുടെ ആചാരങ്ങളുടെ ഇടയിൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം ജീവിച്ച് കാണിച്ചു കൊടുത്തു എന്താണ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ പ്രായോഗികതയെ സംബന്ധിച്ച് ആരും ഒന്നും ചോദിക്കില്ല. സമ്പൂർണമായി പ്രയോഗവൽക്കരിക്കപ്പെട്ട ഒരു ദർശനമാണ് ഇസ്ലാം. ആ പ്രയോഗവൽക്കരണത്തിന് നേതൃത്വം നൽകിയതാവട്ടെ ഇസ്ലാമിൻ്റെ പ്രവാചകൻ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ലോകത്തിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞ ഒരു വാക്യമുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. ലോകർക്ക് അനുഗ്രഹമായി കൊണ്ടല്ലാതെ മുഹമ്മദെ നിന്നെ നാം നിയോഗിച്ചിട്ടില്ല. മുസ്ലിങ്ങൾക്ക് അനുഗ്രഹമായി കൊണ്ട് എന്നല്ല പറഞ്ഞത്, അറബികൾക്ക് അനുഗ്രഹമായി കൊണ്ട് എന്നല്ല പറഞ്ഞത്, മധ്യപൗരസ്ത്യ ദേശക്കാർക്ക് അനുഗ്രഹമായി കൊണ്ട് എന്നുമല്ല ഖുർആൻ പറഞ്ഞത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അനുഗ്രഹമായി കൊണ്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇകഴ്ത്തി കാണിക്കുന്നവർക്ക് വ്യത്യസ്ത മതധാരകളിൽ വിശ്വസിക്കുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീസസ് ക്രൈസ്റ്റ് അഥവാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബിയെ അംഗീകരിക്കാത്തവർക്ക് മുസ്ലിമാകാനാവില്ല. മൂസാ നബിയെ അംഗീകരിക്കാത്തവർക്ക് മുസ്ലിമാകാൻ കഴിയില്ല. അവരെ ഇകഴ്ത്തുകയും മ്ലേച്ഛമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നവർക്ക് വിശ്വാസികളുടെ പട്ടികയിൽ സ്ഥാനമില്ല. എന്നാൽ മുഹമ്മദിനെ ഇകഴ്ത്തി കാണിക്കുന്നവർക്ക്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മ്ലേച്ഛമായി ചിത്രീകരിക്കുന്നവർക്ക് ലോകത്തിലെ വ്യത്യസ്ത മതവിശ്വാസധാരകളിൽ നല്ല വിശ്വാസികളായിട്ട് ഇഴകിച്ചേരാൻ സാധിക്കും. അവിടെയാണ് ഇസ്ലാം മറ്റുള്ള മതങ്ങളിൽ നിന്ന് വ്യതിരക്തമായി നിൽക്കുന്നത്. അവിടെയാണ് ഇസ്ലാം മറ്റുള്ള ദർശനങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്. സാമ്പത്തിക സിദ്ധാന്തം, സാമൂഹ്യമായ കാഴ്ചപ്പാട്, ജീവിത രീതി, ഇതെല്ലാം ഇസ്ലാം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. ലോകം ഇന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അമേരിക്കയിൽ ബാങ്കുകൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നു. IT വ്യവസായ മേഖല മുഴുവൻ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക മേഖലയിൽ ഇനി ഉണർവിൻ്റെ കാലമുണ്ടാവില്ല
എന്നുള്ള ശക്തമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ സാമ്പത്തിക തകർച്ചയുടെ കാരണം? ആഗോളവൽക്കരണമെന്ന മാനവിക മുഖം നഷ്ടപ്പെട്ട വികസന സങ്കല്പം മനുഷ്യൻ മുഖമുദ്രയായി സ്വീകരിച്ചപ്പോൾ ഒരിക്കലും ഒടുങ്ങാത്ത വറുതിയുടെ കയത്തിലേക്ക് ലോകം എടുത്തെറിയപ്പെട്ടത് സ്വാഭാവികം മാത്രമായിരുന്നു. അത് മനുഷ്യൻ്റെ പ്രയാണത്തിൻ്റെ സ്വാഭാവികമായി അവനെത്തിപ്പെടേണ്ട ഒരു ദുരന്തത്തിൻ്റെ മുഖമായിരുന്നു. എന്തുകൊണ്ടാണ് ലോക സാമ്പത്തിക വ്യവസ്ഥിതികൾ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യർ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്? പലിശരഹിതമായിട്ടുള്ള ഒരു സമ്പദ്ഘടനയ്ക്കു മാത്രമേ ചൂഷണമുക്തമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടി കഴിയൂ. പലിശരഹിതമായ സമ്പദ്ഘടന മുതലാളിത്തം ലോകത്തിന് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ലോകത്തിലെ ഏതെങ്കിലും ഒരു മുതലാളിത്ത രാജ്യത്ത് പലിശരഹിതമായ ബാങ്കിംഗ് സമ്പ്രദായം നിലനിൽക്കുന്നുണ്ടോ? ചൂഷണാത്മകമല്ലാത്ത ഒരു സമ്പദ്ഘടനയെക്കുറിച്ച് ചിന്തിക്കാൻ ഏതെങ്കിലും ദർശനങ്ങൾക്ക് സാധ്യമായിട്ടുണ്ടോ ഇന്നുവരെ? ഇസ്ലാമിന് മാത്രമാണ് പലിശരഹിതമായ സമ്പദ്ഘടന അവകാശപ്പെടാനുള്ളത്. ചൂഷണമുക്തമായ സമ്പദ് വ്യവസ്ഥിതി ഇസ്ലാമിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ ലോകത്തിലേക്ക് എടുത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പ്രവാചകൻ ലോകത്തിന് പരിചയപ്പെടുത്തിയ ചൂഷണമുക്തവും പലിശരഹിതവുമായ സമ്പദ് വ്യവസ്ഥിതിയിലേക്ക് ലോകം തിരിച്ചു വരണം. ആ പാതയിലൂടെ ലോകം മുന്നോട്ട് പോയാലേ ഇന്നത്തെ പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ആഗോളവൽക്കരണത്തിന്റെ കെടുതികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കൂ. നമുക്ക് വികസനം വേണം. പ്രവാചകൻ പരിചയപ്പെടുത്തിയ വികസനമുണ്ട്. പ്രവാചകൻ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത പുരോഗതിയുടെ കാഴ്ചപ്പാടുകളുണ്ട്. അത് മാനവികമായിട്ടുള്ള മുഖത്തോടു കൂടിയിട്ടുള്ള വികസന കാഴ്ചപ്പാടാണ്. മാനവികമായ ദർശനത്തെ നെഞ്ചേറ്റിയ വികസന പുരോഗതിയുടെ സങ്കല്പങ്ങളും കാഴ്ചപ്പാടുകളുമാണ്. ആ കാഴ്ചപ്പാടുകളെ ലോകം എന്ന് പുൽകുന്നുവോ അന്ന് മാത്രമേ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. ഇസ്ലാം വരുത്തിയ മാറ്റം, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ വരുത്തിയ മാറ്റം, അതിന് ചരിത്രത്തിൽ സമാനതകളില്ല. ഹിസ്റ്ററി ഓഫ് അറബ്സ് എന്ന തൻ്റെ വിഖ്യാതമായ പുസ്തകത്തിൽ ഫിലിപ്പ് കെ ഹിറ്റി എന്ന് പറയുന്ന പ്രഗത്ഭനായ ചരിത്ര പണ്ഡിതൻ വിശദീകരിക്കുന്ന ഒരു ചിത്രമുണ്ട്. ബാഗ്ദാദിൽ നടന്ന ഒരു സംഭവം. ബാഗ്ദാദ് ഇന്ന് നമുക്ക് ദുഃഖത്തിൻ്റെ, പ്രയാസത്തിൻ്റെ, ദുരിതത്തിൻ്റെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്നു. എന്നാൽ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ നിരവധി വസന്തോത്സവങ്ങളുടെയും ഉത്കൃഷ്ടമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ബാഗ്ദാദ് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അങ്ങനെ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു കാലത്ത് ബാഗ്ദാദിൽ ഉണ്ടായ ഒരു സംഭവം ഫിലിപ്പ് കെ ഹിറ്റി ഉദ്ധരിക്കുന്നു. ബാഗ്ദാദിൽ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു ജൂതനായ മതവിശ്വാസി ഓടിക്കിതച്ച് വന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് ബാഗ്ദാദ് പട്ടണത്തിൻ്റെ ഇന്നാലിന്ന സ്ഥലത്ത് ഒരു വീടും കുറച്ച് സ്ഥലവുമുണ്ട്. അത് ഞാൻ വിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ യഥാർത്ഥ വിലയുടെ 10 ഇരട്ടി ആരാണോ എനിക്ക് നൽകുന്നത് അയാൾക്കായിരിക്കും ഞാനത് വിൽക്കാൻ തുനിയുക. ഇത് കേട്ട മാത്രയിൽ കൂടി നിന്ന ആളുകൾ ആ ജൂതമത വിശ്വാസിയോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പുരയിടത്തിന് യഥാർത്ഥ വിലയുടെ 10 ഇരട്ടി വർദ്ധിപ്പിച്ചു പറയുന്നത്? ആ ജൂതൻ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ ചുറ്റും ബാഗ്ദാദിൽ താമസിക്കുന്നത് ഒരു പറ്റം മുസ്ലിങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ ആ വീട്ടിലാക്കി ലോകത്തിൻ്റെ ഏത് ദിക്കിലേക്കും പോകാം. എത്ര വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചെത്തിയാലും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സ്വത്തും അവിടെ സുരക്ഷിതമായിട്ടുണ്ടാകും. ഇസ്ലാമിക നാഗരികത അതിൻ്റെ പുഷ്കലതകൾ തീർത്ത കാലത്ത്, വസന്തോത്സവങ്ങൾ സമ്മാനിച്ച കാലത്ത് ബാഗ്ദാദ് നഗരത്തിന് പറയാനുണ്ടായിരുന്ന കഥയായിരുന്നു അത്. ഇത് കേവലം കഥയല്ല, ഇത് ചരിത്രമാണ്. സംഭവിച്ച കാര്യം ഫിലിപ്പ് കെ ഹിറ്റി തൻ്റെ ഹിസ്റ്ററി ഓഫ് അറബ്സ് എന്ന വിഖ്യാതമായ പുസ്തകത്തിൽ ഉദ്ധരിച്ച ചരിത്രത്തിലെ ഒരു ശകലം.
അങ്ങനെ ഇസ്ലാം മറ്റുള്ള ജനവിഭാഗങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെട്ടത് എന്ന് നമുക്ക് ബോധ്യമാകുന്നു. എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര മുഹൂർത്തങ്ങൾ നമുക്ക് ഇങ്ങനെ ചരിത്രത്തിൽ നിന്ന് ഉദ്ധരിക്കുവാൻ വേണ്ടി കഴിയും. അത്തരത്തിലുള്ള മുഹൂർത്തങ്ങളെ സമ്മാനിച്ച ഇസ്ലാം, അത്തരത്തിലുള്ള മുഹൂർത്തങ്ങളെ സമ്മാനിക്കുവാൻ മുസ്ലിം സമൂഹത്തെ സജ്ജമാക്കിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് വരുത്തിയ വിപ്ലവം, ലോകത്ത് വരുത്തിയ മാറ്റം വിവരണാതീതമാണ്. എന്താണ് പരിവർത്തനം? എന്താണ് വിപ്ലവം? റിനൈസൻസ്, നവോത്ഥാനം, ലോകത്ത് പുരോഗതിയുടെയും ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെയും സർവസ്വവുമാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്ന നവോത്ഥാനം എങ്ങനെയാണ് സംഭവിച്ചത്? എങ്ങനെയാണ് നവോത്ഥാനം ഉണ്ടാകുന്നത്? സ്പെയിനിലെ മുസ്ലിങ്ങൾ സംഭാവനകൾ ചെയ്തില്ലായിരുന്നു എങ്കിൽ, മുസ്ലിം സ്പെയിനിൽ നിന്ന് വിജ്ഞാനത്തിൻ്റെ കാറ്റ് വീശിയില്ലായിരുന്നു എങ്കിൽ ലോകത്ത്, യൂറോപ്പിൽ നവോത്ഥാനം സംഭവിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞത് റോബർട്ട് ബിഫാൾട്ടൻ എന്ന വിഖ്യാതനായ ചരിത്ര പണ്ഡിതനാണ്. ദി മേക്കിംഗ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന തൻ്റെ പുസ്തകത്തിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അദ്ദേഹം അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തെ വഴികാട്ടിയ നവോത്ഥാനത്തിൻ്റെ സൃഷ്ടാക്കൾ യൂറോപ്യന്മാരല്ല, അത് മുസ്ലിങ്ങളാണ്. മുസ്ലിം സ്പെയിനിൽ നിന്നടിച്ച വിജ്ഞാനത്തിൻ്റെ കാറ്റ് ഇല്ലായിരുന്നു എങ്കിൽ ഒരിക്കലും നവോത്ഥാനത്തിലൂടെ മുന്നോട്ട് പോകാൻ യൂറോപ്പിന് കഴിയുമായിരുന്നില്ല. ആധുനിക കാലഘട്ടത്തിൻ്റെ വിളംബരമായി വിശേഷിപ്പിക്കപ്പെടുന്ന റിനൈസൻസ് ലോകത്ത് സംഭവിക്കുമായിരുന്നില്ല. അത്തരത്തിലുള്ള ചരിത്രത്തെ കീഴ്മേൽ മറിച്ച, ചരിത്രത്തിൻ്റെ ഗതിവിഗതികളെ മാറ്റിമറിച്ച സംഭവങ്ങൾക്ക് പ്രചോദനമാകാൻ ഇസ്ലാമിക സമൂഹത്തിന് കഴിഞ്ഞു. ലോക മുസ്ലിം സമാജത്തിന് സാധിച്ചു. ആ ദർശനത്തെയാണ് ലോകത്തിന് നാം പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്. ആ ദർശനത്തെ വക്രീകരിക്കുവാൻ, ആ ദർശനത്തെ ലോകത്തിൻ്റെ മുമ്പിൽ മ്ലേച്ഛമായി ചിത്രീകരിക്കുവാൻ നടക്കുന്ന ശ്രമങ്ങളെ നമുക്ക് അതിജയിക്കേണ്ടതുണ്ട്. അതിനെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി മുഴുവൻ മനുഷ്യരോടും ഐക്യപ്പെട്ട് നാം നിലകൊള്ളേണ്ടതുണ്ട്. നമ്മളിൽ മഹാഭൂരിഭാഗവും വരുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ്. വ്യത്യസ്ത മതങ്ങൾ, വിഭാഗങ്ങൾ, ജാതികൾ എല്ലാമുള്ള നാട്, വൈവിധ്യങ്ങൾക്ക്, വൈജാത്യങ്ങൾക്ക് ലോകത്തെ സമാനതകളില്ലാത്ത നാട്. കുവൈറ്റിൽ വന്നിരിക്കുന്നു നമ്മൾ, ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ എത്തിപ്പെട്ടിരിക്കുന്നു നമ്മൾ. നമ്മളിവിടെ ബഹുമാനിക്കപ്പെടുന്നു, നമ്മളിവിടെ ആദരിക്കപ്പെടുന്നു, നമ്മളിവിടെ മറ്റുള്ളവരുടെ സ്നേഹാദരങ്ങൾക്ക് പാത്രീഭൂതമാകുന്നു. നമ്മളുടെ നാട്ടിൽ സമാധാനം നിലനിൽക്കുന്നു, ശാന്തി കളിയാടുന്നു, ഒരു ഭരണ സംവിധാനം അവിടെ നിലനിൽക്കുന്നു. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിന്ന് വരുന്നവർ എന്നുള്ള നിലയിലാണ് നമ്മൾ ബഹുമാനിക്കപ്പെടുന്നതും ആദരിക്കപ്പെടുന്നതും. ഏതെങ്കിലും ഒരു നാട്ടിൽ കുഴപ്പമുണ്ടാക്കി മറ്റൊരു രാജ്യത്ത് കുഴപ്പങ്ങളുടെ വിത്തുപാകാൻ വേണ്ടി വരുന്നവരായി നമ്മൾ മാറുമ്പോൾ നമ്മൾ ആദരിക്കപ്പെടാത്തവരും ബഹുമാനിക്കപ്പെടാത്തവരുമായി മാറും. നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിൽ മ്ലേച്ഛന്മാരും മോശക്കാരുമായി അധപ്പതിക്കും. ഭിക്ഷാന്തഹികളെപ്പോലെ ലോകം നമ്മളെ കാണും. നമുക്ക് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ ലഭിക്കുന്ന ആദരം, നാം വരുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ് എന്നുള്ളത് കൊണ്ടാണ്. നാം വരുന്നത് വ്യവസ്ഥാപിതമായൊരു ഭരണ സംവിധാനം നിലനിൽക്കുന്ന, സമാധാനവും ശാന്തിയും നിലനിൽക്കുന്ന ഒരു മണ്ണിൽ നിന്നാണ് എന്നുള്ളതാണ്. അത് നിലനിർത്തിക്കൊണ്ട് പോകണം നമുക്ക്. നമ്മളുടെ രാജ്യത്തിന് സമാധാനം നൽകാൻ കഴിഞ്ഞാലേ നമ്മൾ വരുന്നിടത്തും സമാധാനത്തിൻ്റെ, ശാന്തിയുടെ വിത്തുപാകാൻ നമുക്കാവൂ. നമുക്ക് ശാന്തിയിൽ ജീവിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ. അത്തരം ഒരു സ്ഥിതി ഉണ്ടാക്കിയെടുക്കലാണ് ഒരു മുസൽമാൻ്റെ ബാധ്യത, ഒരു വിശ്വാസിയുടെ ബാധ്യത. അതാണ്. വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും ഏറെ നിലനിൽക്കുന്ന നമ്മളുടെ രാജ്യത്ത്, ഉത്തരേന്ത്യയിലെ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു സംസ്കാരം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ലല്ലോ. ലക്ഷോപലക്ഷം ഹൈന്ദവ മതവിശ്വാസികൾ, മുസ്ലിമേതര ജനവിഭാഗങ്ങൾ ആശ്വാസത്തിൻ്റെ തെളിനീര് നേടിയെത്തുന്നത് ഉത്തരേന്ത്യയിലെ സൂഫിവര്യന്മാരുടെ മക്ബറകളിലാണ്, ദർഗകളിലാണ്. സാമുദായിക ബന്ധങ്ങളുടെ ഊഷ്മളത തകർക്കപ്പെടുന്ന ഒരു കാലത്തും സൂഫിവര്യന്മാർ എങ്ങനെയാണ്
സാമുദായിക മൈത്രിയുടെ പ്രതീകങ്ങളായി സമൂഹ മധ്യത്തിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത്. അവർക്കതിന് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതചര്യ അവർ പിന്തുടർന്നത് കൊണ്ടാണ്. അവർക്ക് സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആദരങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി കഴിഞ്ഞത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ദർശനത്തോട് മുഖം തിരിഞ്ഞു നിന്നവർ പോലും മുഹമ്മദിൻ്റെ സത്യസന്ധതയെ അംഗീകരിച്ചു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ അവർ ഒരിക്കൽ പോലും ചോദ്യം ചെയ്തില്ല. ആ വഴി പിന്തുടർന്നതുകൊണ്ട് ഇന്ത്യയിലെയും വ്യത്യസ്ത മതജനവിഭാഗങ്ങളുടെ ആദരങ്ങൾ ഏറ്റുവാങ്ങാൻ, സ്നേഹങ്ങൾ ഏറ്റുവാങ്ങാൻ സൂഫി വര്യന്മാർക്ക് കഴിഞ്ഞു. ഇന്ത്യയിൽ സൂഫിസത്തിൻ്റെ പഠിക്കേണ്ട ചരിത്രമാണ്. ഇന്ത്യയിൽ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ ചരിത്രം പഠിക്കേണ്ട ചരിത്രമാണ്. സൂഫി വര്യന്മാരും പണ്ഡിത ശ്രേഷ്ഠന്മാരും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളികളായി പ്രവർത്തിച്ചു. വ്യത്യസ്ത മതജനവിഭാഗങ്ങളുടെ സ്നേഹങ്ങളും ആദരങ്ങളും ഏറ്റുവാങ്ങി. അങ്ങനെ ഏറ്റുവാങ്ങുന്നതിലൂടെ മാത്രമേ ഇസ്ലാമിൻ്റെ വിശാലതയെ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ദർശനത്തെ നമുക്കതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ പ്രക്ഷേപിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയൂ. അങ്ങനെ സാധിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക്, ഒരു മാനസികാവസ്ഥയിലേക്ക് ലോകത്തുള്ള വിശ്വാസികളെ നയിച്ചു കൊണ്ടുപോവുക എന്നുള്ള ചരിത്രപരമായ ദൗത്യത്തിൻ്റെ നിർവഹണത്തിൻ്റെ പാതയിലെ ഒരു നാഴികക്കല്ലാണ് ഈ സംഗമം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പാർക്കിൽ കൂടിയിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്ത് നിന്ന്, ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അവർ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത സ്നേഹത്തിൻ്റെ, ആർദ്രതയുടെ, ശാന്തിയുടെ, സമാധാനത്തിൻ്റെ, മതദർശനത്തിൻ്റെ സൗന്ദര്യം ഒന്നുകൂടി ആസ്വദിക്കുവാൻ, അതൊന്നുകൂടി മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുവാൻ, എന്നിട്ട് ലോകത്തിനു മുഴുവൻ പ്രകാശം പരത്തിക്കൊടുക്കുവാൻ, അതിനുള്ള ഒരു മുഹൂർത്തമായി ഇത് മാറും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. പണ്ഡിത ശ്രേഷ്ഠന്മാർ അണിനിരന്നിരിക്കുന്ന ഈ വേദിയിൽ ദീർഘമായൊരു പ്രസംഗം അധിക പ്രസംഗമാകും എന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഈ സദസ്സ് തീർച്ചയായും പ്രവാചക സ്മൃതികളിൽ വജ്രംഭിതമാവുകയാണ്, ആവേശഭരിതമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സംഗമം, ഈ കൂട്ടായ്മ ഇസ്ലാമിൻ്റെ യഥാർത്ഥ സത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പ്രചോദനമാകട്ടെ. ലോകത്തിൻ്റെ അനുഗ്രഹിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ദർശനത്തിൻ്റെ ജാജ്വല്യമാർന്ന രൂപം ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിലെങ്കിലും നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള ഒരു പ്രചോദനവും അതിൻ്റെ പ്രഭവ കേന്ദ്രവുമായി ഈ സംഗമം മാറട്ടെ എന്ന ആഗ്രഹത്തോടെ, അഭിലാഷത്തോടെ, പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മരത്തിന്റെ ചോട്ടിൽ എത്തിയപ്പോ ആ മരത്തുനിന്ന് ചെറിയൊരു കൊമ്പ് മുറിഞ്ഞ് ഇവന്റെ തലയിലേക്ക് വീണു. എത്ര സൂത്രം നിങ്ങൾ ചിന്തിച്ചോ. ഒരു പോയിന്റ് അപ്പുറത്തോ ഇപ്പുറത്തോ ആണെങ്കിൽ മരിക്കൂല. നേരെ തലയില്ല മരത്തിന്റെ കൊമ്പ് വീണപ്പോ ആ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാരൻ അവിടെ വീണു, അവിടുന്ന് മരിച്ചു. ആശുപത്രിയിൽ എത്തിയിട്ടില്ല. മരണം ഏത് മനുഷ്യനെയും പിടികൂടും. അത് കൃത്യ ടൈമിൽ നിങ്ങൾ ചിന്തിച്ചോ. ആ ബൈക്ക് നേരത്തെ 40 സ്പീഡിൽ പോകുന്നത് 50 സ്പീഡിലാണെങ്കിൽ ഈ മരത്തിന്റെ കൊമ്പ് മുറിയുമ്പോൾ അവൻ അവിടെ ഉണ്ടാവില്ല, കഴിഞ്ഞു പോകും. 40 സ്പീഡിൽ പോകുന്നത് 30 സ്പീഡിലാണെങ്കിൽ അവിടേക്ക് എത്തൂല. റൂഹിനെ പിടിക്കാനാണ് വന്നത്, അതിന് മാത്രമേ അസ്രായിൽ വരാറുള്ളൂ. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പറയും റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. ഞാൻ ഇതുവരെ ഉറക്കത്തിലാണ്, എനിക്ക് അല്പവും കൂടി സമയം തരൂ, സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ, എനിക്ക് നല്ലവനാകാൻ ആഗ്രഹമുണ്ട്. അപ്പോഴാണ് ഒരു ഉണരുക എന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഉണർച്ച കൊണ്ട് ഒരു ഫലവുമില്ല, ഒരു ഫലവും ചെയ്യില്ല. മറിച്ചോ നേരത്തെ തന്നെ നമുക്ക് കിട്ടാവുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും.
അല്ലാഹു നിനക്ക് നല്ലത് വരുത്തട്ടെ. റുബ്ബ മജ്ലിസിൻ ഖൈരിൻ ഖദ് അജ്ലസ്തനാ. എത്ര ഖൈറായ നല്ല സദസ്സുകളിലാണ് മനുഷ്യ നീ പോയിരുന്നത്. അതുകൊണ്ട് നിന്നെ പിന്തുടരാൻ അല്ലാഹു ഉത്തരവാദപ്പെടുത്തിയ ഞങ്ങൾക്ക് ആ സദസ്സിൽ വരാൻ കഴിഞ്ഞല്ലോ. ജസാക്കല്ലാഹു ഖൈറാ. അല്ലാഹു നിനക്ക് നല്ലത് വരുത്തട്ടെ. ഞങ്ങളെ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇനി അനന്തമായ ആകാശലോകത്തേക്ക് പറക്കുകയാണ്. മനുഷ്യാന്ന് പറഞ്ഞിട്ട് റഖീബും അതീദും നമ്മെ വിട്ടു പിരിയുന്നു. മദ്ഹബ് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ, മദ്ഹബ് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലാകുന്ന ഒരു നല്ല തെളിവ് പറയാം. മദ്ഹബ് വേണോ വേണ്ടേ എന്ന് ഇവന്ന് തീരുമാനിക്കാം. ഇവരെന്ത് പറഞ്ഞാലും ചോദിക്കൂ, ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ? ഇത് നമ്മളെപ്പോഴും കേൾക്കുന്ന, ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? ആ ഉണ്ട്, ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട് എന്ന് പറഞ്ഞാൽ ഹദീസിലുണ്ടോ? ഉണ്ട്. എവിടെയാ ഉള്ളത്? ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കും. ആദ്യം ചോദിക്കുക അതാണ്, ബുഖാരിയിലുണ്ടോ? ഹദീസ് എന്ന് പറയുമ്പോൾ ബുഖാരിയിലുണ്ടോ എന്നാണ് ചോദിക്കുക. പിന്നെ മുസ്ലിമിലുണ്ടോ എന്ന് ചോദിക്കും. ബുഖാരി മുസ്ലിമിലുണ്ടോ? ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ ആദ്യം ചോദിക്കുന്ന ഈ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുണ്ടല്ലോ, ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കുന്ന സ്വഹീഹുൽ ബുഖാരിയുടെ മുസന്നിഫ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇവര് ശാഫി മദ്ഹബുകാരനാണെന്ന് ഈ വിവരദോഷികൾ അറിയാതെ പോയി. റസൂലേ സലാം ഹബീബേ സലാം ഖൈറുൽ വറായ ബശീറേ സലാം. റസൂലേ സലാം ഹബീബേ സലാം ഖൈറുൽ വറായ ബശീറേ സലാം. പുന്നാരം പൂവിട്ട എൻ മോഹലോകത്തെ മുത്താരമായെൻ്റെ മുത്ത് റസൂലേ. പുഞ്ചിരി പാടങ്ങൾ വിടരുന്ന നേരത്ത് ഇഷ്കും കൊണ്ടെന്നെ വാരി പുണർന്ന്. മണിമുത്തിനൂറേ നല്ല മണിമുത്തിനൂറേ, പിനാവ് കണ്ടിനങ്ങളിന്ന് മദിഹി ചൊല്ലി മദിഹി ചൊല്ലി. വളരെ വ്യക്തമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ബുർദയും നേത്തെ ശരീഫും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളൊക്കെ ആസ്വാദനത്തിനുള്ളതല്ല, അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി മാറേണ്ടതുണ്ട്. ആത്മീയമായ അനുഭൂതി സമ്മാനിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ആ പരുപരുത്ത പ്രതലങ്ങളെ മായ്ച്ചു കളയാനും നമ്മുടെ ജീവിതത്തെ മൃദുലപ്പെടുത്താനും സത്യത്തിന്റെ സനാതന മൂല്യങ്ങളിലേക്ക് അടുപ്പിക്കാനും ഇത്തരത്തിലുള്ള മജ്‌ലിസുകളെ കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്.